ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ മുൻനിരയിലാണ് പെപ് ഗാർഡിയോളയുടെ സ്ഥാനം. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഹാട്രിക് കിരീടത്തിലേക്ക് നയിച്ച പെപ് ഇത്തവണയും കിരീട പ്രതീക്ഷയോടെയാണ് മുന്നേറുന്നത്. ബാഴ്സലോണയുടെ മുൻ താരമായിരുന്ന പെപ് ഗാർഡിയോള പരിശീലകനായും സ്ഥാനം ഉറപ്പിക്കുന്നത് ക്യാമ്പ് നൗവിൽ തന്നെയായിരുന്നു. 2008 മുതൽ 2012 വരെയാണ് ഗാർഡിയോള ബാഴ്സലോണയെ പരിശീലിപ്പിച്ചത്. ബാഴ്സയുടെ സുവർണ്ണ കാലഘട്ടം കൂടിയായിരുന്നു ഇത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ ഈ സമയത്ത് ബാഴ്സയുടെ അലമാരയിലെത്തി. ലയണൽ മെസ്സി എന്ന താരത്തിൻ്റെ വളർച്ചയും പെപ്പിന് കീഴിലായിരുന്നു. ബാഴ്സയിൽ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയ ഗാർഡിയോള ബയൺ മ്യൂണിക്കിലേക്കും അവിടെ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കും ചേക്കേറുകയായിരുന്നു. ഇപ്പോഴിതാ പെപ്പ് വീണ്ടും ബാഴ്സയിലേക്ക് തിരികെ എത്തുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ താരം ജെറാർഡ് പിക്കെ. ബാഴ്സലോണയിൽ പെപ്പിന് കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ് പിക്കെ. ഈ സീസണോടെ സ്ഥാനമൊഴിയുന്ന കോച്ച് സാവിക്ക് പകരം ഗാർഡിയോളയെയോ ആഴ്സണലിന്റെ മൈക്കൽ അർട്ടേറ്റയോ നിയമിക്കപ്പെടണമെന്നും പിക്കെ അഭിപ്രായപ്പെടുന്നു. ബാഴ്സയുടെ കളി ശൈലിയും ചരിത്രവും വ്യക്തമായി അറിയുന്ന പരിശീലകനായിരിക്കണം സാവിയുടെ പകരക്കാരൻ. ഇതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് മുന്നിൽ ഓപ്ഷനുകൾ കുറവാണ്. പെപ് ഗാർഡിയോളയും മൈക്കൽ അർട്ടേറ്റയുമാണ് ഏറ്റവും അനുയോജ്യരായ പരിശീലകർ. ഇരുവരും ബാഴ്സയുടെ മുൻ താരങ്ങളാണ്. പെപ് ബാഴ്സയെ മുൻപ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. താൻ ഇക്കാര്യം പെപ്പിനോട് സംസാരിച്ചുവെന്നും അനുകൂലമായാണ് മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പ്രതികരിച്ചതെന്നും പിക്കെ പറഞ്ഞു. ഇതേസമയം താനൊരിക്കലും ബാഴ്സലോണയുടെ പരിശീലകനായി മടങ്ങിയെത്തില്ലെന്ന് മുൻപ് ഗാർഡിയോള വ്യക്തമാക്കിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.